വാഴ്ത്തുക. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ തിരുവെഴുത്ത് നമുക്ക് വളരെ പ്രാധാന്യവും സുപരിചിതമായ ഒരു തിരുവെഴുത്ത് ഭാഗമാണ്. ഹല്ലേലൂയ. ദൈവസഭയെ ഉപദ്രവിച്ച് മുടിച്ച് നടന്ന ശൗലിന്റെ മാനസാന്തരവും അപ്പോസ്തോലിക പദവിയിലേക്ക് എത്തുന്ന പൗലോസ് എന്ന പുതിയ നാമം ധരിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് ഈ വചനഭാഗത്ത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ശൗലിന്റെ മാനസാന്തരമാണ് ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 1-31 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ക്രിസ്തീയ സഭാചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒരു സംഭവവികാസമാണ് തർസൂസുകാരനായിരിക്കുന്ന ശൗലിന്റെ മാനസാന്തരം. ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ഈ സംഭവം അപ്പോസ്തലപ്രവൃത്തികൾ 3 പ്രാവശ്യം ആവർത്തിച്ച് വിശദമാക്കുന്നത് കൊണ്ട് ഇതിന്റെ പ്രാധാന്യം വളരെ വർദ്ധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? യെരുശലേമിൽ നിന്ന് ഏകദേശം 150 മൈൽ, ഏകദേശം 240 കിലോമീറ്റർ ദൂരമുള്ള ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ പൗലോസിന് പ്രത്യക്ഷനാകുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവജനത്തെ പിടിച്ചു കെട്ടി ഹല്ലേലൂയ യെരുശലേമിൽ കൊണ്ടുവന്ന് അവരെ മുടിച്ചു കളയുവാനുള്ള അധികാരപത്രവും വാങ്ങി ഹല്ലേലൂയ പൗലോസിന്റെ യാത്രമധ്യേ, ശൗലിന്റെ യാത്രമധ്യേ ആ ദൈവിക സന്ദർശനം ഈ ശൗലിനെ ഒരു വലിയ മാനസാന്തരത്തിലേക്ക് നയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ ഏറ്റവും അധികം വെറുത്ത ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തി കർത്താവിന്റെ നല്ല ഉത്തമ ശിഷ്യനായി മാറുന്ന ഒരു അനുഭവമാണ് ഇതിന്റെ ചരിത്ര ഭാഗത്ത് നിന്ന് വായിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ 5-ാം വാക്യത്തില് ഹല്ലേലൂയ സ്തോത്രം, മുള്ളിന്റെ നേരെ തൊഴിക്കുന്നത് നിനക്ക് വിഷമാകുന്നു എന്നുള്ളത് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നില്ലെങ്കിലും അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം 14-ാം വാക്യത്തില് അത് രേഖപ്പെടുത്തി കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഭാഗം പറഞ്ഞു വന്നത് ദൈവസഭയോട് ഇത്രമാത്രം ക്രൂരമായി ഇടപെട്ട് ദൈവജനത്തെ ഉപദ്രവിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട ശൗലെന്ന് പറയുന്ന ആ വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തു ഒരു മാനസാന്തരം അവന്റെ ഉള്ളിൽ ഉണ്ടായി. അവനെ കർത്താവിന്റെ ഉത്തമ ശിഷ്യനായി, ശ്രേഷ്ഠ അപ്പോസ്തലനായി ദൈവം തെരഞ്ഞെടുത്തുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ എത്രമാത്രം ദൈവസഭയെ ഉപദ്രവിച്ചും പീഡിപ്പിച്ചും ദൈവജനത്തിന് പ്രതികൂലമായി നടന്നാലും ദൈവം നിങ്ങളെ തൊടുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് നമ്മുടെ കർത്താവ് മറുപടി പറയാം. അപ്പൊ നീ ആരാകുന്നു കർത്താവേ എന്ന് ശൗലിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നുള്ള ആ ചോദ്യം അവൻ കർത്താവിനെ അറിയുവാൻ സഹായമായി മാറി. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ശൗലിനെ മുഴുവനായി രൂപാന്തരപ്പെടുത്തി ശൗൽ എന്നുള്ള പേര് മാറ്റി പൗലോസ് എന്ന അനുഭവത്തിലേക്ക് നമ്മുടെ കർത്താവ് പൗലോസിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവൻ വലിയൊരു മാറ്റം അല്ലെങ്കിൽ സംഭവിച്ചു. വലിയൊരു അന്തസ്സിനെ ദൈവം നൽകുകയാണ്. കാരണം ദൈവസഭയെ ഉപദ്രവിച്ച് നടന്നവനാണ്. അവനെ ദൈവം സന്ദർശിച്ചു കഴിഞ്ഞ് അവന്റെ പേരുമൊക്കെ മാറ്റി വലിയൊരു അന്തസ് അവന് കൊടുക്കുക. ഈ ദൈവവചനം കേൾക്കുമ്പോൾ കേരളത്തിന്റെ 14 ജില്ലകളിലും ഇന്ത്യയുടെ 29 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ ദൈവസഭയെ ഉപദ്രവിച്ചും പീഡിപ്പിച്ചും ദൈവമക്കളെ ഉപദ്രവിച്ചും പീഡിപ്പിച്ചും അവരെ തല്ലിയും ഉപദ്രവിച്ചും കൊന്നുമൊക്കെ നടക്കുന്നവരുടെയും പറയട്ടെ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ തൊടുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ തൊട്ട് കഴിയുമ്പോൾ ശൗലിനെ പൗലോസാക്കി മാറ്റി ദൈവത്തിന്റെ ഉത്തമ ശിഷ്യനാക്കി മാറ്റിയതുപോലെ ദൈവം നിന്നെ ഒരു ദിവസം പണിതെടുക്കും, രക്തം ചെയ്യാം. ഹല്ലേലൂയ. അധികം താമസിയാതെ ചില ദൈവപ്രവൃത്തി നമ്മുടെ ഭാരതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഇപ്പം പൗലോസിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് നീ ആരാകുന്നു കർത്താവേ എന്നുള്ള ചോദ്യം പോലെ
ചില ദൈവിക ഇടപെടലുകൾ ചിലരിൽ സംഭവിക്കാൻ പോവുകയാണ്. പ്രൈസോ, ഒരു വലിയ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മുടെ ഭാരതത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവസഭയ്ക്ക് വിരോധമായിരിക്കുന്ന അനവധി ശൗര്യമാർ ദേശത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദൈവസഭയ്ക്ക് വിരോധമായി വിലസി നടക്കുന്നുണ്ട്. അല്ലേറിയ ദൈവം തൊട്ട് കഴിഞ്ഞാൽ, ദൈവം നിങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞാൽ, അല്ലേറിയ നിങ്ങൾ ദൈവസേനയിൽ അല്ലേറിയ കീഴ്പ്പെടേണ്ടി വരും. ഇപ്പം ഇവിടെ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്രമാത്രം ദൈവം മാറ്റം കൊടുത്തെങ്കിൽ, അല്ലേറിയ ഈ ലോകത്ത് ജീവിക്കുന്ന സകല ജനത്തിനും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്ന, അവർക്ക് പുതിയ പേര് നൽകി അന്തസ്സുള്ള ജീവിതം നൽകുവാൻ സുവിശേഷത്തിന് കഴിയും. അല്ലേറിയ അപ്പൊ ശൗലിന്റെ ജീവിതത്തെ തലകീഴായി മാറ്റി മറിച്ച ഒരനുഭവമാണ് ഈ ദൈവിക ദർശനം എന്ന് പറയുന്നത്. അല്ലേറിയ ശൗൽ ക്രിസ്തുവിനെ അറിയുന്ന അറിവിൽ അവന് വളരുവാൻ ദൈവം ആളുടെ കൃപ കൊടുക്കുകയാണ്. പിന്നീട് ദൈവിക ശുശ്രൂഷകനായി മാറി ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന നിലവാരത്തിൽ ദൈവം പൗലോസിന് ദർശനങ്ങളും വെളിപ്പാടുകളും കൊടുത്തു. അല്ലേറിയ ത്യാഗത്തോടു കൂടിയാണ് പൗലോസ് യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ചത് മുഴുവൻ. അല്ലേറിയ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ ഉള്ളിൽ നീ ആരാകുന്നു കർത്താവി എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയത്. നിങ്ങളുടെ ഉള്ളില് പൗലോസ് ചോദിച്ച പോലെ നീ ആരാകുന്നു കർത്താവെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അല്ലേലിയ അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ ദുർമാർഗരും നിരീശ്വരവാദികളും, അല്ലേലിയ ദൈവമില്ല എന്ന് പറഞ്ഞടക്കുന്ന മൂഢന്മാര് അടക്കമുള്ളവർ ഈ ലോകത്തിന്റെ പാപമോഹ സുഖങ്ങളിലും ഇമ്പങ്ങളിലും ഒക്കെ ജീവിക്കുവാൻ മോഹിച്ച് നടക്കുന്ന അനവധി ആളുകൾ, അല്ലേലിയ അങ്ങനെ ദൈവമില്ല എന്ന് പറയുന്ന ആ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നാണ് ചിലരെയൊക്കെ ദൈവം തൊടാൻ പോകുന്നത്. നീ ആരാകുന്നു കർത്താവി എന്ന് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തും ദൈവം ചില ചോദ്യങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നത്. അല്ലേലിയ ഇപ്പം ദൈവം ആരാകുന്നു എന്ന് അറിയുവാനുള്ള പൗലോസിന്റെ ആഗ്രഹം. പ്രൈസലോ, ദൈവം ആരാകുന്നു എന്ന് അറിയാനുള്ള പൗലോസിന്റെ ആഗ്രഹം അതൊരു വലിയ ആഗ്രഹമാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണുന്നത് ദൈവം ഇല്ല എന്ന് മൂഢത്തിന്റെ ഹൃദയത്തിൽ പറയുന്നുവെന്ന് നമ്മൾ 14 സംഗീതത്തിനോ 53 സംഗീതത്തിനോ ഒക്കെ വായിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ പറഞ്ഞു നടക്കുന്ന അനവധി ആളുകൾ ഇന്നും ലോകത്തിലുണ്ട്. നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളും ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന അനവധി മൂഢന്മാർ. അല്ലേലൂയ. ദൈവമില്ല എന്ന് പറയുന്നവരെ വേദപുസ്തകം പറയുന്ന മൂഢന്മാർ. അല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ നാളുകൾ എത്രയായി ദൈവമില്ല എന്ന് പറഞ്ഞ് ദൈവനാമത്തിനും ദൈവവചനത്തിനും സുവിശേഷത്തിനും വിരോധമായി ആക്രോശത്തോടുകൂടി നീ എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്രയെത്ര ദൈവദാസ്യദാസന്മാരെ നീ കാരണം കൂടാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. പലർക്കും നേരെ നീ കൈയെടുത്തിട്ടില്ലേ, പലർക്കും നേരെ വിരൽ ചൂണ്ടിട്ടില്ലേ, പലർക്കും നേരെ നിന്റെ നാവ് കൊണ്ട് നീ അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞിട്ടില്ലേ, പലരെ നീ ആട്ടി ഓടിച്ചിട്ടില്ല. നിന്റെ ഭവനത്തിലേക്ക് സുവിശേഷമായി കടന്നു വന്ന അനവധി ദൈവദാസദാസന്മാരെ നീ തള്ളി ഇറക്കി വിട്ടിട്ടില്ലേ, അവരുടെ മുമ്പിൽ നിന്റെ വാതിൽ കൊട്ടിയടച്ച സംഭവങ്ങളില്ലേ. അങ്ങനെ അനവധി സംഭവങ്ങൾ നിന്റെ ഹൃദയത്തിലുള്ളപ്പോൾ തന്നെ അല്ലേരിയ നീ ദൈവത്തിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ അല്ലേരിയ പൗലോസിനെ പോലെ നല്ല അന്തസ്സുള്ള ജീവിതം ദൈവം നിനക്ക് തരും. പൗലോസ് ദൈവസഭയെ അത്രമാത്രം ഉപദ്രവിച്ച് പീഡിപ്പിച്ച് നടന്നവനാണെങ്കിലും കർത്താവിനെ അറിഞ്ഞപ്പോൾ നല്ല അന്തസ്സുള്ള ജീവിതം കിട്ടി. അല്ലേലിയ കർത്താവിന്റെ ശുശ്രൂഷകനായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് കർത്താവിനെ വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളെ അന്തസ്സുള്ളവനാക്കി ദൈവം മാറ്റുക മാത്രമല്ല കർത്താവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനാക്കി മാറ്റും. അല്ലേലുയ. സ്തോത്രം. അപ്പം ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ, ദൈവസഭയെ വളരെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് സഭായോഗത്തിനിടയിലേക്ക് ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ തള്ളിക്കയറി ദൈവമക്കളെ കാരണം കൂടാതെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അവരുടെ വണ്ടി വാഹനങ്ങളെല്ലാം തല്ലി ഉടച്ച് അങ്ങനെ എത്ര സംഭവങ്ങളാണ്. അല്ലേലുയ. ഇതിനെല്ലാം ഒരു അറുതി വരാൻ പോവുകയാണ് കേട്ടോ. ഇതിനെല്ലാം ഒരു അറുതി വരാൻ പോവുകയാണ്.
കുറെ കാലങ്ങൾ നിനക്ക് ദൈവസഭയെ ഉപദ്രവിക്കാൻ ദൈവദാസിദാസന്മാരെയൊക്കെ ഉപയോഗിക്കാം. അധികം നാൾ മുന്നോട്ട് പോയില്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് അധികം നാൾ മുന്നോട്ട് പോകാൻ ദൈവം അവസരം കൊടുത്തില്ല. ഹല്ലേലൂയ. ദമസ്കോസിൽ ചെന്ന് അവിടെയുള്ള ദൈവജനത്തെ മുഴുവൻ പിടിച്ചുകെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് കൊന്നുകളയാൻ വേണ്ടി തീരുമാനമെടുത്ത് പുറപ്പെട്ടവനെ അവന്റെ വഴിയാത്രയിൽ ദൈവം അവനെ സന്ദർശിച്ചെങ്കിൽ അത് ദൈവിക സന്ദർശനം ഈ നാളുകളിൽ ചിലരുടെയൊക്കെ മേൽ വരാൻ പോവുകയാണ്. പ്രൈസലോ. അപ്പൊ നീ ആരാകുന്നു കർത്താവ് എന്ന് ശൗൽ ചോദിച്ചപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള അനേക സത്യങ്ങൾ, വെളിപ്പാടുകൾ കർത്താവ് ശൗലിന് കൊടുക്കാമായിരുന്നു. ഹല്ലേലൂയ. നീ ആരാകുന്നു കർത്താവ് എന്ന് കർത്താവ് ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് അനവധി സത്യങ്ങൾ, വെളിപ്പാടുകൾ നമ്മുടെ കർത്താവിന് പറയാമായിരുന്നു. ഒരുപക്ഷെ പറഞ്ഞ് കാണുമായിരിക്കും. ഹല്ലേലൂയ. വേണമെങ്കിൽ നമ്മുടെ കർത്താവിന് പറയും, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്, മനുഷ്യനെ സൃഷ്ടിച്ച ഞാനാണ്, അമ്മയുടെ ഗർഭത്തെ നീ ഉരുവാക്കിയത് ഞാനാണ്, സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളെല്ലാം നിർമ്മിച്ചത് ഞാനാണ്, കരയും കടലിലെയും എല്ലാം വേർതിരിച്ചത് ഞാനാണ്, ഈ കാണുന്ന 7 ആമ വൻകരയുടെ ഉടമസ്ഥൻ ഞാനാണ്, ഈ സകലത്തിന്റെ ഉടമ സർവജാനി വ്യാപിയൊക്കെ ഞാനാണെന്ന് നമ്മുടെ കർത്താവിന് വേണമെങ്കിൽ ശൗലിനോട് പറയാമായിരുന്നു. ഹല്ലേലൂയ. അപ്പം ശൗലിന്റെ ചോദ്യം, നീ ആരാകുന്ന കർത്താവ് എന്ന് ചോദിച്ച ചോദ്യത്തിന് കർത്താവിന് തന്റെ പ്രവൃത്തികളെല്ലാം വേണമെങ്കിൽ പൗലോസിന് പറയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ അനവധി കാര്യങ്ങൾ വേണേ പൗലോസിന്റെ ചോദ്യത്തിന് കർത്താവിന് കൊടുക്കാമെങ്കിലും കർത്താവ് ഇതൊന്നും പറയാതെ, കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. ശൗലിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന് മാത്രം. അധികം മറുപടി ഒന്നും യേശു പറഞ്ഞില്ല. പൗലോസിന്റെ ചോദ്യത്തിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് മാത്രമാണ് നമ്മുടെ കർത്താവ് ഒരു മറുപടി പറഞ്ഞത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ഭാഗത്തു നമ്മൾ പഠിക്കുമ്പോൾ നീ ആരാകുന്നു കർത്താവ് എന്ന് നീ കർത്താവിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് നീ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് പറയുന്നത് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന് നിന്നോടും പറയും. കാരണം നിങ്ങൾ കർത്താവിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിന്റെ 14 ജില്ലകൾ നിങ്ങൾ എടുത്തു പഠിച്ചാട്ട്, ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളും കേന്ദ്രപ്രദേശങ്ങളും ഒക്കെ നിങ്ങൾ എടുത്തു പഠിച്ചാട്ട്, ലോക രാജ്യങ്ങൾ 7 വൻകരകളെ നിങ്ങൾ എടുത്തു പഠിച്ചു നോക്കിയാട്ട്, സുവിശേഷത്തിനെതിരെ എഴുന്നേൽക്കുന്ന സുവിശേഷ വിരോധികൾ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ഒന്നിച്ചെഴുന്നേറ്റ് ദൈവസഭയെ ഉപദ്രവിക്കുമ്പോൾ, ദൈവമക്കളെ ഉപദ്രവിക്കുമ്പോൾ, ഇവിടെ ഹല്ലേലൂയ പൗലോസിന്റെ ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ മറുപടി നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് പറഞ്ഞപോലെ നിങ്ങൾ ഉപദ്രവിക്കുന്ന ആരെയാ? കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ആശ്ചര്യമായി നിങ്ങൾ കർത്താവിന്റെ വേലയുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന ഒരു ദൈവദാസിയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നതെങ്കിലും വചനം പറയുന്നത് നിങ്ങൾ ഉപദ്രവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. കാരണം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയുമായി, ദൈവരാജ്യത്തിന്റെ സന്ദേശവുമായി നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നവരെ നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്ന തുല്യമാണ്. ഹല്ലേലൂയ. അതാണ് പൗലോസിന്റെ ഒറ്റ ചോദ്യത്തിന് മറുപടി കർത്താവ് പറഞ്ഞേ, ഹല്ലേലൂയ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൗലോസിനെ പോലെ യേശു ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണോ? സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന വ്യക്തിയാണോ? ദൈവസഭയ്ക്കെതിരെ നിങ്ങൾ പോരാടുന്ന വ്യക്തിയാണോ? ദൈവമക്കളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെളിവാരി എറിയുകയും കലക്കവെള്ളം ഒഴിക്കുകയും ചാണകവെള്ളം കലക്കി ഒഴിക്കുകയും ചെയ്യുന്ന, അങ്ങനെ ദൈവസഭയെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? ദൈവസഭയ്ക്കകത്തേക്ക് ആക്രോശത്തോടെ കമ്പും കുഴിയും വടിയുമായി ചെന്ന് ദാസന്മാരെയും വിശ്വാസികളെ അടിച്ച് കൈയും കാലും ഒടിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? ദൈവസഭയ്ക്കകത്ത് ആരാധനയ്ക്ക് വന്നവരുടെ വണ്ടി വാഹനങ്ങളെ അടിച്ചുടയ്ക്കുന്ന, അങ്ങനെ ദൈവസഭയെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെ നിങ്ങൾ ദൈവസഭയെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അധികം നാളുകൾ താങ്കൾക്കില്ല. പൗലോസിന് അധികം നാളുകൾ ദൈവം കൊടുത്തില്ലല്ലോ. ഹല്ലേലൂയ. ഞങ്ങൾ വേദപുസ്തകത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്, ഭൂമി സംഭവിക്കുന്ന കാര്യങ്ങളോട് ചേർത്താണ്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ യേശുവിനെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. അതോ നിങ്ങൾ കർത്താവിനെ സന്തോഷപ്പെടുന്ന വ്യക്തിയാണോ?
പ്രൈസ് ദി ലോർഡ്. ഭാരതത്തിലുള്ള ഈ 143 കോടിയിലധികം ജനത്തോട് ഞാൻ ചോദിക്കുക, എണ്ണത്തിൽ പെടാത്തവരും ഹല്ലേലൂയ ആമിസ്തോത്രം ഒക്കെ ഉണ്ട്. അതുപോലെ ലോക രാജ്യങ്ങൾ 7 വൻകരകളായി താമസിക്കുന്ന 800 കോടിയിലധികം ജനത്തോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണോ, അതോ നീ യേശുവിനെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയാണോ? പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ പോലെയുള്ള സുവിശേഷത്തിന് വിരോധമായി യേശുവിനെ ഉപദ്രവിക്കുന്ന സ്വഭാവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ലേവിയ ഇന്ന് പകൽ നിനക്കതിനെ മാറ്റിക്കളഞ്ഞ് നിന്നിൽ പുറത്ത് കളഞ്ഞിട്ട് കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ലേവിയ ദൈവം അവസരം തരിക. നീ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ നീ ദൈവരാജ്യത്തിന്റെ മകനായി മാറുന്നു, മകളായി മാറുന്നു. അപ്പാം പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നിന്റെ ഉള്ളിൽ പകരുന്നു. ദൈവരാജ്യത്തിന്റെ മഹത്വമേറിയ ഒരു ശുശ്രൂഷകനായി മാറുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ നാമത്തെ വിളിച്ചു പറഞ്ഞ് കർത്താവിന്റെ നാമത്തെ സന്തോഷിപ്പിക്കുന്നവനായി ദൈവം നിന്നെ പണിതെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളോടും ചോദിച്ചാട്ടെ, നിങ്ങൾ കർത്താവിനെ ഉപദ്രവിക്കുന്നവളാണോ അതോ സന്തോഷിപ്പിക്കുന്നവളാണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണോ? കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്ന വ്യക്തിയാണോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ബന്ധിച്ച് നീ കർത്താവിനെ ഉപദ്രവിക്കുന്നവൻ, ദൈവരാജ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നവൻ, ദൈവസഭയെ ഉപദ്രവിക്കുന്നവൻ, ദൈവമക്കളുടെ രക്തം ചൊരിയിക്കുന്നവൻ, ദൈവഹിതമല്ലാത്ത ചെയ്യുന്നവൻ, അങ്ങനെയൊക്കെയാ ശൗലിനെ കുറിച്ച്. ആ ശൗലിനെയാണ് ദൈവം മാറ്റിയെടുത്തതെങ്കിൽ ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ ചെയ്യുന്നത്? നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ ചെയ്യുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളൊക്കെ പണ്ട് ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതകാലം ലോഡിങ് തൊഴിലായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ കൂപ്പിന്റെ തടിയൊക്കെ വെട്ടി രാത്രിയുടെ സമയങ്ങളിലൊക്കെ ലോറിപ്പുറത്ത് വരുമ്പോൾ പാമാലിയിലെ ലോഡും കയറ്റി വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ സ്വഭാവം എന്തായിരുന്നു? അന്നത്തെ കാലഘട്ടത്തിൽ പെന്തക്കോസ്തുകാർ പാടുന്ന പാട്ടുകളൊക്കെ പാടി അവർ പറയുന്ന അന്യഭാഷയൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കി പുച്ഛിച്ച് തള്ളുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുതായി. ഞാൻ ദൈവസഭയെ ഉപദ്രവിക്കുന്ന, ദൈവമക്കളെ ഉപദ്രവിക്കുന്ന ഒരു സമ്പ്രദായക്കാരായിരുന്നു ഞങ്ങളൊക്കെ. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്നാണ് ഞങ്ങളെയൊക്കെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. ദൈവസഭയെ ഉപദ്രവിക്കുന്ന അനുഭവത്തിൽ നിന്നാണ്, ദൈവസഭയ്ക്ക് വിരോധമായി നിന്ന് ദൈവസഭയെ പരിഹസിച്ച് അപമാനിക്കുന്ന ജീവിത സാഹചര്യം നിന്നൊക്കെ ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചാണ് ശൗലിനെ പൗലോസാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം തന്ന് ഇന്ന് അന്തസ്സുള്ള ജോലി, കർത്താവിന്റെ സുവിശേഷം, ഏറ്റവും അന്തസ്സുള്ള ജോലി എന്ന് പറയുന്ന സുവിശേഷം പറയുന്ന ആ സുവിശേഷ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കി മാറ്റിയത്. ഹല്ലേലൂയ. നിങ്ങൾ പറയും ഈ ലോകത്തിലെ അനവധി അന്തസ്സുള്ള ജോലി ഉണ്ടെന്നൊക്കെ പറയും. അത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്നതാ. ഈ ലോകത്തിൽ ഏറ്റവും അന്തസ്സുള്ള അഭിമാനമുള്ള ജോലി എന്ന് പറയുന്നത് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാ. ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച് അണ്ടകടാകത്തെ നിർമ്മിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സകലത്തെ അടക്കി ഭരിക്കുന്നവൻ, ഇന്ത്യക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗ മഹിമക്കളെ വെടിഞ്ഞി താണ ഭൂമിയിലേക്ക് വന്ന് മാനകുലത്തിന്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്ത് കാൽവർ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയവൻ, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്, കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച്, കർത്താവായ യേശുക്കളുടെ രക്ഷയെക്കുറിച്ച്, വീണ്ടെടുപ്പിനെ കുറിച്ച്, യേശുവിന്റെ സന്തോഷത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് പറയുന്നതാണ് ദൈവരാജ്യത്തിന്റെ വേലയാണ് ഏറ്റവും അന്തസ്സുള്ള ജോലി. നിങ്ങൾക്ക് അതിന് വിപരീതമായിട്ടൊക്കെ പറയാൻ കാണും. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് അത്രമാത്രം ഇഷ്ടപ്പെട്ടു വന്നേക്കത്തില്ല. എന്തു വന്നാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയാ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവസഭയെ ഉപദ്രവിച്ച്, ദൈവമക്കളെ ഉപദ്രവിച്ച് ശൗലിനെ പോലെ നടന്നൊരു കാലഘട്ടത്തിൽ നിന്നാണ് കർത്താവായ യേശുക്രിസ്തു എന്നെയും വിളിച്ച് വേർതിരിച്ച് ഞാൻ ഉപദ്രവിച്ച് നടന്ന യേശുക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി എന്റെ ഹൃദയത്തിൽ തന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പം കർത്താവിന്റെ അന്തസ്സുള്ള വേല ചെയ്യുന്നവനായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒരുപാട് ദൈവസഭയ്ക്ക് വിരോധമായി ഒരുപാട് കുരുവൃത്തം കളിയാക്കി അപമാനിച്ചുമൊക്കെ നടന്നൊരു കാലഘട്ടം.
അങ്ങനെ ഞാൻ കർത്താവിനെ ഉപദ്രവിച്ച് നടന്ന കാലഘട്ടം ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ മകനാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, മുമ്പ് ആവർത്തിച്ചതുപോലെ, നിങ്ങൾ കർത്താവിനെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണോ? അതോ നിങ്ങൾ കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവളാണോ? അല്ലേലിയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സമയം അധികമില്ല. കാഹളം ധരിക്കുവാൻ ഇനി അധിക സമയമില്ലെന്ന്. യേശു മധ്യാകാശത്തിൽ വരെ സമയമായെന്ന്. ദൈവം തന്റെ സഭയെ ചേർക്കാൻ സമയമായി. ഇനി നിങ്ങൾ സമയത്തെ നീട്ടിക്കളയാതെ, സമയം വെച്ച് ദീർഘിപ്പിക്കാതെ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ അനുഗമിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യത്തിൽ എത്തിച്ചേരാം. അല്ല, ഇന്നും ശൗലിനെ പോലെ ദൈവസഭയെ ഉപദ്രവിച്ച് നടക്കുകയാണെങ്കിൽ, ദൈവസഭയ്ക്ക് വിരോധമായി നിങ്ങൾ നടക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പര്യവസാനം എന്ന് പറയുന്നത് നിത്യമായ നരകത്തിലായിരിക്കും. പ്രൈസ്. നരകത്തിലെ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ തുട്ടപ്പിശാച, സാത്താന, ലൂസിഫറും അവന്റെ സകല കിങ്കരന്മാരും അവിടെ ഉണ്ട്. കെടാത്ത തീയും ചാകാത്ത പുഴുവൊക്കെയുള്ള ആ നരകത്തിലേക്ക് നിങ്ങൾ ചെന്ന് പതിക്കും മുമ്പ്, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവ ഇഷ്ടം ചെയ്യുന്നവനായി, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നവളായി നീ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടണം. ശൗലിന്റെ സ്വഭാവത്തെ മാറ്റിയെടുത്ത് ശൗലിനെ ഉത്തമനായ ഒരു മനുഷ്യനാക്കി മാറ്റിയ ദൈവം നിന്നെ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ കർത്താവിനെ ഉപദ്രവിക്കുകയാണോ? കർത്താവിനെ സന്തോഷിപ്പിക്കുകയാണോ? അവന് ഇഷ്ടമുള്ളത് ചെയ്യുകയാണോ? അല്ലേലിയ. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. യേശു വെറുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന സാഹചര്യമാണോ? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു വെറുക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്ത് അല്ലേലിയ കർത്താവിനെ ദുഃഖിപ്പിക്കുകയാണോ? എന്താണ് കർത്താവായ യേശു ക്രിസ്തു വെറുക്കുന്ന കാര്യങ്ങൾ? നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2 ഉള്ള വാക്യങ്ങൾ വായിച്ച 10 കൽപ്പന, ആവർത്തന പുസ്തകം 5-ാം അധ്യായം 17 തൊട്ടുള്ള വാക്യം വായിച്ച 10 കൽപ്പനകൾക്ക് വിരുദ്ധമായി ചെയ്യുന്നതൊക്കെ കർത്താവിനെ ഉപദ്രവിക്കുന്നത്. കൽപ്പന പ്രമാണിക്കണം. കർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ വ്യഭിചാരം, പരസംഗം, അശുദ്ധി, വിഗ്രഹാരാധന, പിടിച്ചുപറി, മോഷണം, ബലാത്സംഗം, മദ്യപാനം, വെറുക്കൂത്ത്, പർണശാലകൾ, പീഡനങ്ങൾ, കളവുകൾ, അഴിമതികൾ, കരിഞ്ചന്തകൾ, ഇതെല്ലാം കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളാണ്. ദൈവസഭയെ ഉപദ്രവിക്കുക, ദൈവമക്കളെ ഉപദ്രവിക്കുക, ദൈവദാസന്മാരെ ഉപദ്രവിക്കുക, ദൈവസഭ വലിച്ചു പൊളിക്കുക, ദൈവസഭ ബുള്ളോഡസും JCB കൊണ്ട് തല്ലിപ്പൊളിച്ചു കളയുക, ദൈവമക്കളെ കൊല്ലുക, ഇതൊക്കെ കർത്താവ് വെറുക്കുന്ന കാര്യമാണ്. അല്ലേലിയ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെയുള്ള നീചമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് തന്നെ കർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. മദ്യപാനും വെറുപ്പുത്തടക്കമുള്ള നമ്മുടെ കേരളത്തിൽ നോക്കി, കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളിൽ ഇന്ന് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 10 വയസ്സുള്ള ചെറുക്കനെ കൊണ്ട് സ്കൂളിൽ കഞ്ചാവ് MDMA വിപ്പിക്കുന്ന സ്വന്തം പിതാവ്. അല്ലേലിയ. 10 വയസ്സുള്ള ചെറുക്കനെ വാർത്തയിൽ കണ്ടതാ. അവനെ കണ്ട കുട്ടികളുടെ ഇടയിൽ, അവൻ സ്കൂളിൽ പഠിക്കുക, അവനെ കണ്ടാണ് മയക്കുമരുന്ന് മറ്റുള്ള കുട്ടികൾക്ക് കൊടുപ്പിക്കുന്ന വിൽപ്പനക്കാരനല്ല സ്വന്തം പിതാവ്. കർത്താവ് വെറുക്കുന്ന നീച്ചും നികഷ്ടമായ ജോലികൾ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രശ്നം ചെയ്ത കർത്താവ് വെറുക്കുന്ന പാപങ്ങൾ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ അതിനെ ഏറ്റവും അന്വേഷിക്കണം. മാനസാന്തരപ്പെട്ട് മടങ്ങണം. പൗലോസിനെ പോലെ നീ മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. ലേരിയ. അപ്പൊ ദൈവം വെറുക്കുന്ന സകലത്തിൽ നീ പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളോട് തന്നെ ദൈവം വെറുക്കുന്ന പാപങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരു പേപ്പർ എഴുതുക. മറ്റൊരുത്തിന്റെ ഭാര്യയെ മോഹിക്കുക, മറ്റൊരുത്തിന്റെ ഭാര്യയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക. വീട്ടിൽ അപ്പനമാർ ലാളിച്ചു വളർത്തിയ പെൺകുട്ടികളെ പ്രോത്സാഹനങ്ങൾ പറഞ്ഞ്, മധുരവാക്കുകൾ പറഞ്ഞ് അവരെ അപ്പന്റെ അമ്മയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന ആളുകൾ എന്ന് വേണ്ട എന്തെല്ലാം കർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ. അപ്പം കർത്താവ് വെറുക്കുന്ന പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ നരകത്തിന് അധീനമായി ജീവിക്കുക. നരക സന്തതിയാണ് നീ. കർത്താവ് വെറുക്കുന്ന പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ അവയെടുത്ത് പുറത്തെറിയണം.
മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കണ്ടില്ലേ, നമ്മൾ തിരുവനന്തപുരത്ത് വെള്ളറയില് സ്വന്തം മാതാവിനെയും പിതാവിനെയും വെട്ടിക്കൊന്ന മകൻ കർത്താവ് വെറുക്കുന്ന പാപം. അങ്ങ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ ഒരു കുടുംബത്തിലെ 5 പേരെ കൊന്നത് കർത്താവ് വെറുക്കുന്ന പാപം. ഹല്ലേലൂയ. അങ്ങ് കോഴിക്കോട് 10ാം ക്ലാസ്സുകാരനെ ചെറുക്കനെ കൂട്ടം കൂടി അടിച്ചു കൊന്നത് കർത്താവ് വെറുക്കുന്ന പാപം. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന യുവതീവാക്കന്മാരോട് പറയട്ടെ, ദൈവം വെറുക്കുന്ന പാപങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ദൈവം വെറുക്കുന്ന പാപ സ്വഭാവമായി നീ മുമ്പോട്ട് പോയാൽ ദൈവിക ന്യായവിധിയിൽ നീ ചെന്ന് ചാടും. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പ്രൈസോ. അതുകൊണ്ട് പൗലോസ് ചോദിക്കുക, നീ ആരാകുന്ന കർത്താവേ എന്ന് കർത്താവോട് ചോദിച്ചപ്പോൾ കർത്താവ് തന്റെ മഹത്വങ്ങളൊന്നും പറയാതെ യേശു ഒറ്റ കാര്യം പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഇന്ന് ലോകത്തിലുള്ള സകല ജനത്തോടും യേശു പറയാം, നിങ്ങൾ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. നിങ്ങളോട് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുക, സുവിശേഷകന്മാരുടെ ദൈവമക്കളിലൂടെ ദേശത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉച്ചഭാഷയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ഉപദ്രവിക്കുന്ന യേശുവാണ്, ആ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് ദൈവം തന്റെ ദാസന്മാരുടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് പൊതുസമൂഹത്തിന് അതിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മുമ്പുള്ള കാലഘട്ടത്തെക്കാൾ എത്രയോ മാറ്റമാണ് സംഭവിച്ചത്. സുവിശേഷം വിളിച്ചു പറയാൻ വേണ്ടി ദൈവ സഹോദരന്മാരെ കുട്ടികളെയൊക്കെ ശക്തമായി എഴുന്നേൽപ്പിച്ച് പട്ടണത്തിലും തെരുക്കോണുകളിലും എല്ലാം നിന്ന് അവർ വിളിച്ചു പറയാം, നിങ്ങൾ ഉപദ്രവിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളതെന്ന്. ഹല്ലേലൂയ. അതെ, ഞങ്ങൾക്ക് വിളിച്ചു പറയുന്നത് നിങ്ങൾ ഉപദ്രവിക്കുന്ന യേശുവിനെ കുറിച്ചാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, നിങ്ങൾ എത്രമാത്രം കർത്താവ് യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചാലും പരിഹസിച്ചാലും നിന്ദിച്ചാലും നിങ്ങളെ അവൻ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ കുറവുകളെ മുഴുവൻ ക്ഷമിക്കുവാൻ, നിങ്ങളുടെ പാപങ്ങളെ മുഴുവൻ ക്ഷമിച്ച് നിങ്ങളെ സ്വന്തം മകനെ പോലെ ചേർത്ത് പിടിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എത്ര വലിയ പാപമായിരുന്നാലും അതിനെ പൊറുക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ആ പാപത്തെ പുറത്ത് മകളാക്കി മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ഇവിടെ ശൗൽ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് വിരുദ്ധമായി വളരെ വൈരാഗ്യത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ ശിഷ്യന്മാരെ ഭയപ്പെടുത്തി കൊല്ലുവാൻ മഹാപുരോഹിതന്മാരുടെ അടുക്കുന്ന അധികാരപത്രം വാങ്ങി അവൻ പുറപ്പെട്ടവാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യമൊക്കെ വായിക്കുന്നു കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യം, അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലെന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ ഏൽപ്പിച്ചു. സ്തേഫാനോസിന്റെ മരണസമയത്ത് സ്തേഫാനോസിനെ ജനം കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ഹല്ലേലൂയ, കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ഹല്ലേലൂയ, അവരുടെ വസ്ത്രം കാത്തു സൂക്ഷിക്കുവാൻ ഈ ശൗലെന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നെന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ ശൗലിനെയാണ് ദൈവം രൂപാന്തരപ്പെടുത്തിയെടുത്തത്. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് മൗനസമ്മതം കൊടുത്ത വസ്ത്രം കാത്തു സൂക്ഷിച്ചു നിന്നവനെ ദൈവം തൊട്ടു. അവനെ ദൈവരാജ്യത്തിന്റെ ശ്രേഷ്ഠ ശുശ്രൂഷനാക്കി ദൈവം മാറ്റിയെടുത്തെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പാപങ്ങൾ എത്ര കടിച്ചുപ്പായിരുന്നാലും രക്തം വരുമ്പോൾ ചുമന്നിരുന്നാലും അവയെ ദൈവം ക്ഷമിച്ച് നിന്നെ സ്നേഹിക്കാൻ യേശു നിന്നെ സ്നേഹിക്കുന്നവൻ യേശു. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, അല്ലയ, ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ വളരെ ക്രൂരമായിട്ട് ക്രൈസ്തവ സമൂഹം വളരെ ക്രൂരമായി അവരെ തല്ലി ഓടിച്ച് ചതച്ച് നിർമൂലനാശം ചെയ്യുവാൻ, മിഷണറിമാരെ തകർക്കുവാൻ, കന്യാസ്ത്രീയെ തകർക്കുവാൻ, പുരോഹിതന്മാരെ തകർക്കുവാൻ, ദൈവസഭയെ തകർക്കുവാൻ, പള്ളികൾ പൊളിക്കുവാൻ, ആലയങ്ങൾ ചുട്ടരിക്കുവാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം ലോകവ്യാപകമായുണ്ട്. അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട്. സക്കറിയാവിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ
അവന്റെ കൺമണിയെ ആമൻ തൊടുന്നു. അതെ, ദൈവമക്കളെ തൊടുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വിരോധമായി ആയിരിക്കുന്ന ദൈവസഭയെ ഉപദ്രവിക്കുന്ന ആമൻ സകല വ്യക്തികളും ദൈവാത്മാവ് പറയുന്നത് അല്ലെങ്കിൽ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന കർത്താവിന്റെ കൺമണിയെ തൊടുന്നത് പോലെ. ഹല്ലേലൂയ. അവൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ശൗൽ പ്രയാണം ചെയ്ത് ദമസ്കോസിലേക്ക് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണ്, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ. അന്ന് യേശു ക്രിസ്തു ശൗലിനെ താൻ ആരാകുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുത്തതു പോലെ ഇന്ന് പകൽ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ, കർത്താവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി യേശു കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി യേശു കാണിച്ചു തരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഏകസത്യ ദൈവമായ നിന്റെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ ഏകസത്യ ദൈവമായ ഹല്ലേലൂയ നിന്റെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. അതേ സ്നേഹിത, പൗലോസിന് ഇത്രമാത്രം മാറ്റം, ശൗലിന് ഇത്രമാത്രം മാറ്റം വന്ന് ശൗലിന്റെ ഒരു ഉത്തമ മനുഷ്യനായി ദൈവം പൗലോസ് എന്ന നാമധേയത്തിൽ അപ്പോസ്തലിക സൂക്ഷികൾ വിളിച്ച് വേർതിരിച്ചതുപോലെ ദൈവം നിന്റെ പാപങ്ങളെ മുഴുവൻ ക്ഷമിച്ച് ദൈവനോട് കരുണ കാണിച്ച് അവന്റെ മകളാക്കി തീർക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. അവന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അതിനുവേണ്ടി നീ ഒരുക്കമാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ സകല പാപങ്ങളെ നീ ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുന്ന ഹല്ലേലൂയ കാര്യങ്ങളെ കുറിച്ച് നിനക്ക് നല്ല ബോധ്യം ഉണ്ടാകണം. ഹല്ലേലൂയ. നമുക്ക് ഈ ലോകം മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. ഈ ലോകം മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ട് പാപം മാത്രം പെരുകുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മുഴുവൻ പാപികളായി ജീവിക്കുമ്പോൾ അതിന്റെ നടുവിൽ മാനസാന്തരത്തിന്റെ സുവിശേഷം ലോകജനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ദാസിദാസന്മാർ വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, അത് കണ്ടിട്ടും കാണാതെ കേട്ടിട്ടും കേൾക്കാതെ പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പിന്നത്തെ ഇതിന്റെ സ്ഥിതി എത്ര ഭയാനകമായിരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിങ്ങൾ ദൈവം വെറുക്കുന്ന ഏത് പാപ സ്വഭാവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെന്നെങ്കിലും നിങ്ങളുടെ പാപത്തെ പൊറുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. നിങ്ങളെ കാൽവരി കുരിശിലേക്ക് നോക്കിയാട്ട് ഈ ലോകത്തിലുള്ള സകല ജനത്തിന്റെ പാപത്തിന് പരിഹാരമായി കർത്താവായ യേശു സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന്, ഹല്ലേലൂയ, 33 തിരുവയസ്സോടെ ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനെ സ്നാനമേറ്റ് തന്റെ 3.5 വർഷത്തെ പരശുശ്രൂഷയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനേകർ നിത്യജീവൻ പ്രാപിച്ച് ദൈവരാജ്യത്തിന് വേർതിരിക്കപ്പെട്ടതുപോലെ സകല മനുഷ്യന്റെ പാപങ്ങളെ യേശു ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന യേശു ഇന്ന് പകൽ നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു തരാൻ ആഗ്രഹിക്കുക. നിന്റെ സകല പാപങ്ങളെ ക്ഷമിച്ചു തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലോകം നിന്നെ പാപി എന്ന് മുദ്രകുത്തി ആരും, ലോകം നിന്നെ പാപി എന്ന് മുദ്രകുത്തി നിന്നെ അപമാനിച്ച് പരിഹസിച്ച് നിന്നെ ഒഴിവാക്കി നിർത്തിയാലും, സമൂഹത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, കുടുംബത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, സ്നേഹിതരും ഉറ്റവരും ഉടയവരും എല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, നിന്റെ സകല പാപങ്ങളെ ക്ഷമിച്ച് നിന്റെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കി ദൈവരാജ്യത്തിന് മകനാക്കി മാറ്റാൻ യേശു ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. ലോകം നിനക്ക് അനുകൂലമായിരിക്കണമെന്നില്ല, ലോകക്കാർ നിനക്ക് അനുകൂലമായിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ സകലരും നിനക്ക് വിരോധമായി നിന്നാലും യേശു നിനക്ക് അനുകൂലമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ വായിക്കുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്ന് നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നത്. അതേ സ്നേഹിത, ദൈവം നിനക്ക് അനുകൂലമാണ്. നീ പാപങ്ങൾ മനസ്സോടെ ഏറ്റുപറയാൻ തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്താൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം വെറുക്കുന്ന അശുദ്ധമായ ജീവിതത്തെ നീ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, കാൽവരിയിൽ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തം, നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തം കൊണ്ട് നിന്നെ കഴുകി വെടിപ്പാക്കി നിന്റെ പാപത്തിന്റെ കറകളെ നീക്കി, ഹല്ലേലൂയ, ദൈവം നിനക്ക് നിത്യജീവൻ തരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ 7-ാം വാക്യം വായിക്കുന്നുണ്ട്,
തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോകാൻ വിശുദ്ധീകരിക്കുന്നു. അതെ, മനുഷ്യന്റെ പാപത്തിന് ശുദ്ധീകരണം തരുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. ഈ ലോകത്തിൽ മനുഷ്യൻ പാപപരിഹാരത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്താലും, മലകൾ കയറി ഇറങ്ങി നടന്നാലും, തീർത്ഥാടനങ്ങൾ ചെയ്താലും, എത്ര വലിയ വലിയ പുണ്യ നദികളിൽ നീ കുളിച്ചു മുങ്ങിക്കയറിയാലും, നിന്റെ പാപത്തിന് പരിഹാരമായി എന്തെല്ലാം വഴിപാടുകൾ നീ കഴിച്ചാലും നിന്റെ പാപത്തിന് പരിഹാരം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ പാപത്തിന് ഏക പരിഹാരം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പാപത്തിന് പരിഹാരം തരുവാൻ, പാപത്തിന്റെ ശുദ്ധീകരിപ്പന്റെ പാപം പോക്കി നിന്നെ വെടിപ്പാക്കി എടുക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിലെ കൊടിയ പാപങ്ങൾ ഇന്ന് പകൽ നീ ഏറ്റുപറയുന്നെങ്കിൽ അതിന്റെ പാപം ക്ഷമിച്ചു തരുവാൻ യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ. സമാധാനമില്ലാത്തവനാണോ? സമാധാനമില്ലാത്തവളാണോ? സന്തോഷമില്ലാത്തവളാണോ? ജീവിതത്തിൽ ക്ലേശം അനുഭവിക്കുകയാണോ? പാപമുഖാന്തരം ജീവിതം മുഴുവൻ ദുഃഖത്തിന്റെ കരിനിഴലിൽ വീണ് കിടക്കുകയാണോ? ഇരുളിന്റെ ആധിപത്യത്തിലാണോ? നീ നിന്റെ കുടുംബം ശാപത്തിന് കീഴിലാണോ? ലോകം നിന്നെ വെറുത്ത അനുഭവമാണോ? ബന്ധുപുത്രാദികൾ നിന്നെ വെറുത്ത അനുഭവമാണോ? എന്തുമാകട്ടെ, പക്ഷെ നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറയാൻ തയ്യാറാകുന്നെങ്കിൽ കർത്താവിനോട് ക്ഷമിപ്പാൻ വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവ് പറയുമ്പോൾ, ഞാനൊക്കെ കൊടിയ പാപത്തിൽ ജീവിച്ച വ്യക്തിയാ, കൊടിയ പാപത്തിൽ ജീവിച്ച വ്യക്തിയാ. ലോകം വെറുത്തു, വീട് വെറുത്തു, നാട്ടുകാർ വെറുത്തു, സകലരും വെറുത്തു. ആർക്കും വേണ്ടാതിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ദൈവം എന്നെ സ്നേഹിച്ച് ദൈവത്തിന്റെ മകനാക്കി മാറ്റി. അതുകൊണ്ട് അനുഭവത്തിലൂടെ അതൊക്കെ വിളിച്ചു പറയുന്നത്. അതിന്റെ പാപത്തിന് പരിഹാരം നിന്ന് അപ്പാപിതാവിനെ വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ തന്ന് സ്വന്തം മകനാക്കി മകളാക്കി ചേർത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 9:5 എന്നാണ് വായിച്ചത്. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. പൗലോസിന്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി യേശു. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. പിന്നത്തെ യേശു അലുരിയ പൗലോസിന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുന്നു, കാണാൻ കഴിയും. അത് ദൈവം നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. പൗലോസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ തന്നെ പൗലോസിനെ കൂടെ ദൈവം ചെയ്ത ശുശ്രൂഷ പോലെ നിന്നിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിന്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്കായി ദൈവം നിന്നെ വിളിക്കുക. നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? പാപഭംഗിരമായ ജീവിതം വിട്ട് മടങ്ങി വന്ന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ ഇതുപോലെ എന്നോടൊപ്പം ഇങ്ങനെ പറയാമോ, യേശുവേ, ഇന്നലകളുടെ ജീവിതത്തിൽ അനവധി പാപങ്ങൾ വന്നിട്ടുണ്ട്. പാപം നിറഞ്ഞ ജീവിതത്തിലാണ് ഒരുപാട് അങ്ങനെ വേദനിപ്പിച്ച് ഉപദ്രവിച്ച അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അവരെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവിടുത്തെ മകനായി മകളായി തീരുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന, എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കേണ്ട. കേരളത്തിന്റെ 14 ജില്ലകളിലായി 3.25 കോടി ജനങ്ങൾ, തലമുറകൾ നടത്തിപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, മദ്യത്തിനും മയക്കുമരുന്നിനും പാൻപശാലകൾക്ക് ലഹരിക്കും അടിമപ്പെട്ട് ജടിക വ്യഭിചാര വരസംഘ അശുദ്ധി ദുഷ്കാമങ്ങൾ അകപ്പെട്ട് പിടിച്ചുപറിയും കൊല്ലും രക്തചൊരിച്ചിലും അഴിമതി കരിച്ചെന്ന പൂഴ്ത്തിവയ്പ്പിലൂടെ കേരളം കർത്താവിൻ നാശത്തിലേക്ക് പോകുമ്പോൾ, ശാപത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ജനത്തിന്റെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങൾ മുഴുവൻ മയക്കുമരുന്ന് ലഹരികൾ കൊണ്ട് നിറയപ്പെട്ട തലമുറകളിൽ ദൈവത്തിനകന്ന് മാതാപിതാക്കളെ അനുസരിക്കാതെ, ബന്ധുപുത്രങ്ങളെ അധ്യാപകരെ അനുസരിക്കാതെ ദൈവത്തെ കയ്യിലെടുത്തുകൊണ്ട് കർത്താവ് ദേശത്ത് അതിക്രമം അഴിച്ചുവിടുന്ന കേരളത്തിലെ ജനത്തിനായി ഇന്ത്യയുടെ ഭാരതത്തിൽ 23 സംസ്ഥാനങ്ങളിലായി 7 കേന്ദ്രപ്രദേശങ്ങളായി 143 കോടിയിലധികം ജനങ്ങൾ തീവ്രവാദത്തിൽ, ഭീകരവാദം, വർക്കിൽ അകപ്പെട്ട് സമാധാനം കെടുത്തിക്കളയുന്ന ജീവിതങ്ങൾ കർത്താവ് ലോകരാജ്യങ്ങളിൽ 7 ഭൂഖണ്ഡങ്ങളായി കർത്താവ് തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി 800 കോടിയിലും ജനം തർപ്പണം നടത്തപ്പെടാതെ ഈ ജനം പാപത്തെ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കും സകല ജനത്തെ, സകല ഭരണ സംവിധാനങ്ങളിരിക്കുന്നവരെ കരിഞ്ചന്തി, അഴിമതി, പൂഴ്ത്തിയും പിടിച്ചുപറി, മോഷണം, ബലാത്സംഗം, വ്യഭിചാരം, അക്രമങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, മദ്യവും മയക്കവും ലഹരി പദാർത്ഥങ്ങൾ സുലഭമായ കർത്താവ് ജനത്തിനിടയിൽ ഒഴുകിയിറങ്ങുമ്പോൾ ഇന്ന് പോലെ ഞാൻ കേരളത്തെ, ഭാരതത്തെ, ലോകരാജ്യങ്ങൾ വിടിവിക്കണമേ. കർത്താവ് സ്തോത്രമല്ല എല്ലാ കർത്താവിയാൻ്റെ കർച്ചനും വ്യോമസ് അധികാരികൾ, അതിർത്തികൾക്കാവുന്ന CRP പടക്കമുള്ള എല്ലാ സൈന്യത്തിനായി, ക്രമസമാധാന പാലന, നിയമനിർമ്മാണ, രഹസ്യാന്വേഷണ, പോലീസിന് വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യറിക്കായി
കർത്താവ് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ സ്വന്തം ഹല്ലേലൂയ എക്സിസ് ഫോറസ്റ്റ് ബാങ്കായി എല്ലാ കർത്താവ് ഫയർ മേഖലയിരിക്കുന്നവർക്കായി എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയും കർത്താവ് ശുദ്ധീകരണം വഹിക്കണമേ. സഹകരണ ബുദ്ധിമേല ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക ബാങ്ക് മേഖലയിലും എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെയും ലോകരാജ്യരാഷ്ട്ര തലവന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മത സാമൂഹിക സാംസ്കാരിക മധ്യ വെടിവാറ്റങ്ങൾ നിൽക്കുന്നവർക്കും എല്ലാ ഭരണോദ്ദേശ പാർട്ടികളെയും എല്ലാ കർത്താവിസോ എല്ലാ അധികാരികളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയും കടലും ആകാശമാർഗം വാഹനോടി വാന്തിയാത്ര വാഹനങ്ങൾ സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികളെ മത്സ്യത്തിന് ആഴ്ക്കടലിൽ കടന്നു പോയിരിക്കുന്നവർ, കർത്താവ് ചെറുകുമ്പടി എല്ലാം വ്യാപാരി ദിവസം വഴിവിറ കച്ചവടക്കാരെയും ഹല്ലേലൂയ. അമ്മ പാടത്തും പറമ്പിലും കൂറിയിലും കല്ലിലോടും മണ്ണോടും ഒക്കെ പണിയെടുക്കും. തന്നിയുടെ പണിയെടുക്കുന്നവർ, കൺസ്ട്രക്ഷൻ മെക്കാനിക് ഓട്ടോ യൂണിറ്റ് കത്ത് പണിയെടുക്കുന്നു എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനത്തിനും വിടലേക്കണമേ. സമാധാനമില്ല, സന്തോഷ വസ്തുതയില്ലാത്ത കണ്ണിന്റെ നദികൾ കടന്നു പോകുന്ന ജനത്തിനായി പ്രാപ്തി മദ്യദ്രവ്യമായി ലഭിക്കും അടിപ്പെടുക തലമുറകൾ വിടിവിക്കപ്പെടുവാൻ, അക്രമങ്ങൾ മാറിപ്പോവാൻ, രക്തച്ചൊരിച്ചിൽ മാറുവാൻ, സമാധാനം വരുവാൻ, അവരുടെ ശൈശവത്തിന്മാരും യുവനത്തിനും വാർത്തയിലായിരിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുക. എല്ലാ ജനത്തിനും മാനസാന്തരം കൊടുക്കണമേ. സകല അശുദ്ധിയും വിട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുവിന്റെ രക്ഷിതാം പിതാവായി സ്വീകരിച്ച് മാനസാന്തരം ജനത്തിൽ കൊടുക്കണമേ. സുവിശേഷ വിരോധമായി കർത്താവ് എഴുതേക്കാൻ സകല സുവിശേഷ വിരോധികളെ അപ്പോസ്തലനായിരിക്കുന്ന ആമേ ശൗലിനെ പോലെ, ആമേ കർത്താവ് ദൈവസഭയെ ഉപദ്രവിക്കുന്ന ശൗലിനെ പോലെ അനവധി ആളുകൾ ദൈവസഭയെ ഉപദ്രവിച്ച് പിടിപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിനെ സന്ദർശിച്ച് അത് ശൗലിനെ പൗലോസാക്കി മാറ്റി ദൈവമേ. കർത്താവിന്റെ ഉത്തമ ശിഷ്യനാക്കി കർത്താവിന്റെ പേരയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്തതുപോലെ ഒരു വലിയ കൂട്ടം ജനത്തെ വേർതിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശ രാജ്യം ജോലി ചെയ്യുന്നവർ, കഷ്ടം സഹിക്കുന്ന വേതനം കടന്നു പോകുന്ന മണ്ണാഴ്ത്തി വേതനം ലഭിക്കാൻ ജോലി ചെയ്യുന്നവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ട വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, സാലറി കിട്ടാൻ ഭാരപ്പെടുന്നവർ, ജയിലിൽ അകപ്പെട്ട് കിടക്കുന്നവർ, പീഡനത്തിൽ കടന്നു പോകുന്നവർ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ സ്നേഹിച്ച് ദൈവത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവമക്കൾ ദൈവാശ്വാസമാരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയും കർത്താവ് അത്ഭുതം ചെയ്യണമേ. കുമാരി യുവനത്തിൽ വാർത്തയും തടവറയിലായിരിക്കുന്ന സകല ജനതയും അങ്ങനെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് ജനത്തിന് മാനസാന്തരപ്പെടുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവിന് 2 വീലും 3 വീലും 4 വീലും ഒക്കെ യാത്ര ചെയ്യുന്നവരെ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കനികൾ കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവരെ എല്ലാം ജനത്തെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അക്രമങ്ങൾ മാറിപ്പോട്ടെ, രാജകത്വം മാറിപ്പോട്ടെ, ദൈവസഭ ഉപദ്രവിക്കുന്ന സകല ജനങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.